നമ്മുടെ അഖിലേന്ത്യാ വിപ്ലവ നായകൻ, ലോകകാര്യങ്ങളുടെ ഉപദേശകനായ എം.എ. ബേബിയും പോക്കറ്റിൽ എപ്പോഴും രാജ്യസഭാ MP കാർഡും തിരികെ നടക്കുന്ന ജോൺ ബ്രിട്ടാസും അത് രണ്ടുപേരും കൂടി ഡൽഹിയിൽ പോയി വാങ്ങിച്ചു കൂട്ടിയ ചരിത്രപരമായ ഒരു നാണക്കേടിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും പാട്ടായിരിക്കുന്നത്. സമരം ചെയ്യുന്ന സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആശുപത്രി വാതിൽക്കൽ ചെന്ന് ഡൽഹി പോലീസിന്റെ മുന്നിൽ അരേ മേ MP എന്നും പറഞ്ഞ് കാർഡ് പൊക്കി കാണിച്ച് ബ്രിട്ടാസിനെ അവർ പോയി വേറെ പണി നോക്കടോ, ഇറങ്ങി ഓടടാ എന്നും പറഞ്ഞ് ആട്ടി ഓടിച്ച ആ ദയനീയ രംഗം നിങ്ങൾ കണ്ടോ? നാട്ടിലിരുന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി M.A. ബേബി ഡൽഹിയിൽ ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിളിന്റെ മുന്നിൽ നിന്നും അലറിയപ്പോൾ കയ്യും കെട്ടി വായും പൊളിച്ച് തണുത്തുറഞ്ഞു നിൽക്കുകയാണ്. ക്യാമറ കണ്ട ഇളകുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പും കോമാളിത്തരവും പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനും കാണുക. ആദ്യം നമുക്ക് സംഭവം ഒന്ന് വിശദമായി നോക്കാം. കേന്ദ്ര സർക്കാരുമായി തർക്കത്തിലായ സോനം വാങ്ചുക്കിനെ സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ബ്രിട്ടാസും ബേബിയും കൂടി AKG സെന്ററിലെ തണുപ്പിച്ച മുറിയിലിരുന്ന് ഞെട്ടി ഉണർന്നു. അയ്യോ, ബേബി അറിഞ്ഞോ? സംഭവം ദേശീയ ശ്രദ്ധ കിട്ടുന്ന സ്ഥലമാണ്. ഒരു വണ്ടി എടുക്ക്, ക്യാമറക്കാരെയും വിളിക്ക്, പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ മൈലേജ് കിട്ടൂല. അവിടെ കിടന്ന രണ്ട് ബഹളം വെച്ച നല്ലൊരു ഫോട്ടോ ഷൂട്ടിനും നല്ല മൈലേജിനും ഉള്ള വകുപ്പുണ്ട് എന്നും പറഞ്ഞ് രണ്ടും കൂടി വണ്ടിയും പിടിച്ചു പോയി. ആശുപത്രി കവാടത്തിലെത്തിയതും ബ്രിട്ടാസ് വലിയൊരു വിപ്ലവ വീരനെ പോലെ നെഞ്ചു വിരിച്ച് മുന്നോട്ട് നടന്നു. ഡൽഹി പോലീസ് തടഞ്ഞ ഉടൻ തന്നെ പോക്കറ്റിൽ നിന്ന് ആ മാന്ത്രിക കാർഡ് പുറത്തെടുത്തു, രാജ്യസഭ MP കാർഡ്. എന്നിട്ട് പോലീസിനോട് പറയുകയാണ്, ഞാൻ ഇവിടുത്തെ MP ആണ്, പാർലമെന്റിലെ മെമ്പറാണ്. കേരളത്തിലെ പാർട്ടി ഓഫീസിലെ സെക്യൂരിറ്റിക്കാരൻ്റെ മുന്നിലോ ഇവിടെയുള്ള പാവം പോലീസുകാരുടെ മുന്നിലോ ഈ MP കാർഡ് കാണിച്ച് അവർ കൈകൂപ്പി തൊഴുത് വഴിമാറി തരും. പക്ഷേ ഡൽഹി പോലീസിന് ബ്രിട്ടാസ് ആരാണെന്നോ M.A. ബേബി ആരാണെന്നോ M.A. ബേബിയെ കണ്ടുപോലും അറിയില്ല, ഒരു പുല്ലും അറിയില്ല. അവർക്ക് നിയമവും സെക്യൂരിറ്റി പ്രോട്ടോക്കോളും മാത്രമേ അറിയൂ. ഒരു രാജ്യസഭാ MP എന്നാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് അതിസുരക്ഷാ മേഖലയിലും ICUവിൽ വരെ കയറി ചെല്ലാനുള്ള ലൈസൻസ് ആണെന്നാണ് ബ്രിട്ടാസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ 10 DYFIക്കാരെയും കൂട്ടി ആശുപത്രി തല്ലിപ്പൊളിച്ചോ അല്ലെങ്കിൽ പോലീസുകാരൻ്റെ കരണത്തടിച്ചോ ഒക്കെ മാസ് കാണിക്കാമായിരുന്നു. ഇവിടെ നല്ല മൈലേജ് കിട്ടുമല്ലോ, അമ്മാതിരി ടീംസ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അതിനുള്ള സ്കോപ്പ് ഡൽഹിയിൽ ഇല്ലെന്ന് കണ്ടപ്പോൾ പാവം ബേബി അവിടെ തണുത്തുറഞ്ഞ് അന്തം വിട്ട് ദയനീയമായി നിൽക്കുകയാണ്. വിപ്ലവത്തിന്റെ അന്താരാഷ്ട്ര കോമാളിത്തം എന്നല്ലാതെ ഇതിന് എന്ത് പറയാനാണ്? നമ്മുടെ ബേബിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ തിരുവനന്തപുരത്തെ AKG സെന്ററിന്റെ തിണ്ണയിലിരുന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണം, അവൻ എടുത്തോണ്ട് പോടാ എന്ന പ്രസ്താവന ഇറക്കുന്ന നേതാവാണ് M.A. ബേബി. ലോകരാഷ്ട്രീയവും നയതന്ത്രവും വിരൽത്തുമ്പിൽ കൊണ്ടു നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ അംഗം. അങ്ങനെ ഒരു അന്താരാഷ്ട്ര നേതാവാണ് ഡൽഹിയിൽ ഒരു സാധാരണ ഹിന്ദിക്കാരൻ പോലീസുകാരന് മുമ്പിൽ അവിടെ നിന്ന് ശബ്ദമുയർത്തിയപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തണുത്തുറഞ്ഞ് നിൽക്കേണ്ടി വന്നത്. എന്തായാലും അതൊക്കെ പോട്ടെ, വർഷങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് അഖിലേന്ത്യാ രാഷ്ട്രീയം കളിക്കുന്ന നേതാവാണ് ബേബി. പക്ഷെ പോലീസുകാരനോട് തിരിച്ച് സംസാരിക്കാൻ ഒരു മുറി ഹിന്ദി പോലും കയ്യിലില്ല. അദ്ദേഹത്തിന് ഹാ ഹോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അവിടെ കിടന്ന ദയനീയമായി മെഴുകിയ ഒരു നിലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. മലയാളവും അറിയില്ല, ഹിന്ദിയും അറിയില്ല, ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നു. പണ്ട് കന്യാസ്ത്രീകൾ ജയിലിലായപ്പോഴും ഇതുപോലെ ഒരു സംഘം നേതാക്കൾ ഐക്യദാർഢ്യവും കൊണ്ട് ജയിലിന് മുന്നിൽ പോയി കിടന്ന് മെഴുകിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. നാണം കേട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു അത്. പോകുന്ന വഴികളിലെല്ലാം പട്ടിഷോ കാണിക്കുക, അവസാനം പോലീസിൻ്റെ ആട്ടുകെട്ട് ക്യാമറ ഒതുക്കി തിരിച്ചു പോരുക, ഇത് ഇവരുടെ സ്ഥിരം ഒരു പാറ്റേൺ ആണ്. ഇതിനിടയിൽ നമ്മുടെ റഹീമും ജെയ്ക്സി തോമസും ഒക്കെ കൂടി അവരെ കൂട്ടാത്തത് നല്ലതായി. കാരണം അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 5-6 അടി കൂടി കിട്ടി തിരിച്ച് വരേണ്ടി വന്നേനെ. എന്തായാലും റഹീം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റൽ പരിസരത്ത് ആ ശാന്തത എങ്ങനെ ഉണ്ടായിരുന്നത്. ഇനി ഇവന്മാരുടെ ആത്മാർത്ഥതയുടെ മുഖം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹിയിൽ വാങ്ചുക്കിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വെളുപ്പിനെ വണ്ടിയും പിടിച്ച് ഓടിയെത്തുന്ന ഈ ഇരട്ടത്താപ്പുകാർ സ്വന്തം നാട്ടിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC റാങ്ക് ഹോൾഡർമാരായ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കിടന്ന് മണ്ണ് വാരി തിന്നപ്പോഴും വയറ്റിലടിച്ച് കരഞ്ഞപ്പോഴും പെണ്ണുങ്ങൾ മുട്ടിലിഴഞ്ഞപ്പോഴും ഈ ബ്രിട്ടാസോ ബേബിയോ ആരെയും നമ്മളവിടെ കണ്ടിട്ടില്ല. അവരൊന്നും അതറിഞ്ഞ ഭാവം പോലും കാണിച്ചിട്ടില്ല. അങ്ങോട്ടേക്ക് വണ്ടി ഓടിക്കാൻ ഇവരുടെ ഇന്ധനം എവിടെയായിരുന്നു? തീർന്നു പോയോ? അതുമാത്രമാണോ നിങ്ങൾക്ക് വിഷയമായി ഉള്ളത്? കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയി ക്രൂരമായ പീഡനങ്ങൾക്കിടെ ഒരു പാവം മലയാളി പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് അവളുടെ ശവശരീരം കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വീട്ടുകാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പോകാത്ത ഈ മനുഷ്യ സ്നേഹികൾക്കാണ് ഡൽഹിയിൽ ക്യാമറ ലൈറ്റ് തെളിയുമ്പോൾ വലിയ ചോരത്തിളപ്പ് തോന്നുന്നത്.
നാട്ടിലെ പാവപ്പെട്ട യുവാക്കളുടെ തൊഴിലില്ലായ്മയോ കർഷകരുടെ കണ്ണീരോ വിലക്കയറ്റമോ ഇവർക്ക് യാതൊരു വിഷയമേ അല്ല. രാജ്യത്ത് എവിടെയെങ്കിലും ഒരു കേന്ദ്രവിരുദ്ധ കുത്തിത്തിരിപ്പോ കലാപ സാധ്യതയോ ഉണ്ടെന്ന് കണ്ടാൽ മാത്രം അവിടെ ആദ്യം എത്തുന്ന ക്യാമറ ടീമായി ഇവർ മാറുന്നു. ഇവർക്ക് സോനം വാങ്ചുക്കിനെ കാണലോ അദ്ദേഹത്തെ സഹായിക്കലോ ഒന്നുമല്ല ലക്ഷ്യം. അകത്തേക്ക് കയറ്റി വിടില്ല എന്നിവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അവിടെ ചെന്ന് ഒരു സീൻ ഉണ്ടാക്കുക, പോലീസിനോട് മുറിഹിന്ദിയിൽ തർക്കിക്കുക, അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ചില പക്ഷത്തെയൊക്കെ ഒന്ന് അറിയിക്കുക. അതെല്ലാം ക്യാമറയിൽ പകർത്തി കേരളത്തിൽ ചില ക്യാപ്സ്യൂൾ ഫാക്ടറികളിലേക്ക് ഇതയക്കും. എന്തായാലും വൈകുന്നേരം വന്ന് ചാനലിലിരുന്ന കേന്ദ്ര സർക്കാരിന്റെ അടിച്ചമർത്തലിനെ കുറിച്ച് ഒരു ഘോരഘോരം പ്രസംഗവും നടത്തും. ഇതാണ് ഇവരുടെ സ്ഥിരം പല്ലവി. കേരളത്തിന് വെളിയിൽ പോയ തങ്ങളൊക്കെ വെറും പ്രാദേശിക പാർട്ടിയുടെ ലോക്കൽ നേതാക്കൾ മാത്രമാണെന്ന ബോധം ഇവർക്ക് നല്ലപോലെ ഉണ്ട്. അത് അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഈ ക്യാപ്സ്യൂൾ ഇറക്കുന്നു എന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ അടിമ ചാനലുകൾ മൈക്കും നീട്ടി പിന്നാലെ നടക്കുന്നത് കൊണ്ട് തങ്ങൾ എന്തോ വലിയ സംഭവമാണ്, നായകന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുമുണ്ട്. സർക്കാരുമായി മാന്യമായ രീതിയിൽ ചർച്ച നടത്താനോ നയതന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യാതൊരു ശേഷിയും ഇവർക്കില്ല. പകരം അറിയാവുന്നത് ഒരേ ഒരു കാര്യം മാത്രം: ഇത്തരത്തിലുള്ള PR വർക്കുകൾ, ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ. എന്നിട്ടും ഇതുകൊണ്ടൊരു ഗുണവുമില്ല എന്ന് ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചുക്കും ചെയ്യാത്തവർ ഡൽഹിയിൽ പോയി വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയാൽ ഇതുപോലെ അവിടുത്തെ പോലീസ് പെരുമാറിവിടും. AKG സെന്ററിലെ വാച്ച്മാനോട് കാണിക്കുന്ന അതേ ഒരു രീതി അത് ഡൽഹിയിൽ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അടി കിട്ടി വരാത്തത് മാത്രം ഇവരുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഏതൊക്കെയോ സഖാക്കന്മാരുടെ പ്രാർത്ഥനയാകാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബേബിയുടെയും നമ്മുടെ ബ്രിട്ടാസിൻ്റെയും ഈ നീക്കം നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.